നമുക്ക് ഈ പോയിന്റ് എക്സിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ ഒരു 1 ആമ്പർ കറന്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 9 വോൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 8 വോൾട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സർക്യൂട്ട് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്കിത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓംസ് ലോ പ്രകാരം എന്താ അറിയാം, ഒരു റെസിസ്റ്റന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 ആമ്പർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 3 വോൾട്ട് ആയിട്ട് കിട്ടും അല്ലേ. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു 9 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഈ 3 വോൾട്ട് ആക്ച്വലി എന്താണ്? 3 വോൾട്ട് ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം. അതായത് ഈ രണ്ട് നോഡിന്റെ ഇടയിലുള്ള വോൾട്ടേജിന്റെ ഡിഫറൻസും കൂടിയാണ് ഈ 3 വോൾട്ട് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പം സപ്പോസ് ഞാൻ ഇതിനെ നോഡ് എ ആയിട്ട് വിളിക്കുകയാണ്. അപ്പം ഇത് വി ആയിട്ട് നമ്മൾ എടുക്കുന്നു, ഇത് ബി നോഡ് വി ബി ആയിട്ട് എടുക്കുന്നു. ഈ 3 വോൾട്ട് വി എ മൈനസ് വി ബിക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് വി എ മൈനസ് വി ബി, എന്തുകൊണ്ട് വി ബി മൈനസ് വി എ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ കൺവെൻഷണൽ കറന്റ് ഫ്ലോ പ്ലസ് ടു മൈനസ് ആണ് പറയാം. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് എടുക്കുന്നു, ഇവിടെ മൈനസ് എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വി എ മൈനസ് വി ബി. അപ്പോൾ ഇനി നമുക്ക് വി ബി കണ്ടുപിടിക്കണം. അപ്പോൾ വി ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ബേസിക് ആൾജിബ്ര യൂസ് ചെയ്തിട്ട് വി ബിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, 3 വോൾട്ടിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ വി എ മൈനസ് 3 വോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ബി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്, 6 വോൾട്ട് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇനി നമുക്ക് ഈ 8 വോൾട്ട് മൈനസ് 6 ചെയ്തിട്ട് ഈ ടോട്ടൽ റെസിസ്റ്റൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ 2/3 ആംപിയർ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ എക്സിലെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഈ ആംപിയർ കൊണ്ട് ഇവിടുത്തെ റെസിസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൽ വോൾട്ടേജ് കിട്ടും. ഈ സെയിം മാത്തമാറ്റിക്കൽ റൂളാണ്. ഈ പോയിന്റ് വി എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വി എക്സ് മൈനസ് വി ബി ആണ് നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് വരിക. നമ്മുടെ കയ്യിൽ വി ബി ഉണ്ട്, വി എക്സ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ കിട്ടിയ ഡ്രോപ്പിനെ നമ്മൾ വി ബി ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് അതാണ്. സെക്കൻഡറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കാണാം ഈ കറണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം, എന്നിട്ട് നേരത്തെ ഇവിടെ ചെയ്ത പോലെ 8 വോൾട്ടിന് അത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ പോയിന്റിൽ വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ മനസ്സിലാവും. അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20/3 വോൾട്ട് ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക.